ജൂതമത വിശ്വാസപ്രകാരം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ആചാരമാണ് ഹനുക്ക ആഘോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹനുക്ക എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഒത്തുകൂടി കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തുകൂടി നടത്തുന്ന ആ ഒരു പരിപാടി. അപ്പോൾ ശരിക്കും ഈ ഹനുക്ക ആഘോഷത്തിനിടയിലാണ് അതിനുവേണ്ടി ഒത്തുകൂടിയവർക്കെതിരെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഗാസയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഈ 2 വർഷമായിട്ട് ഈ ഹനുക്ക നടക്കുന്നില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഇസ്രായേലിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ശ്രീമതി സിനി ജോസഫ് ചേരുന്നുണ്ട്. ശ്രീമതി സിനി ജോസഫ്, എന്താണ് ഈ ഹനുക്കയെ കുറിച്ച് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ ഉള്ളത്? എന്താണ് ഈ ഹനുക്ക എന്ന് പറഞ്ഞാൽ? അതുപോലെ ഈ 2 വർഷത്തിന് ഇടയിൽ ഹനുക്ക എപ്പോഴെങ്കിലും അവിടെ ആഘോഷിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്? നമസ്കാരം. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഹനുക്ക എന്ന് പറഞ്ഞ ഈ ഉത്സവം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും ആഘോഷപരമായ ഒരു ഉത്സവമായിരുന്നില്ല. പക്ഷെ ഈ വർഷം എന്താ പതിവിലും വിരുദ്ധമായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ട്രീറ്റുകളും എല്ലാ വീടുകളും എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഈ ഹനുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈ ഹനുക്കയും ജെറുസലേമിലെ ജൂതമത വിശ്വാസികള്, ജെറുസലേമിലല്ല എല്ലായിടത്തും ജൂതമത വിശ്വാസികൾ ഡിസംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ഈ വർഷം ഡിസംബർ 14 സൂര്യാസ്തമയത്തിൽ ആരംഭിച്ച് ഡിസംബർ 22 സൂര്യാസ്തമയത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ഉത്സവമാണ് ഈ യൂതന്മാരുടെ ഇടയിലുള്ളത്. വെളിച്ചങ്ങളുടെ ഉത്സവം എന്നാണ് ഇവർ അതിനെ വിളിക്കുന്നത്. 8 ദിവസവും തിരികൾ കത്തിച്ച് ആദ്യത്തെ ദിവസം മെനോറ എന്ന് പറയുന്ന 9 ശാഖകളുള്ള, ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 9 ശാഖകളുള്ള ഒരു വിളക്ക്, ഒരു ഇതാണ്. അതിൽ വലത്തു നിന്ന് ഇടത്തോട്ടാണ് ആദ്യത്തെ ദിവസം ഒരു തിരി, രണ്ടാമത്തെ ദിവസം 2 തിരി, അങ്ങനെയാണ് ഇതിന്റെ കത്തിച്ച് 8ാമത്തെ ദിവസം 8 തിരികൾ കത്തിച്ചിട്ടാണ് ഇതിന്റെ ആഘോഷം അവസാനിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലും അവസാന ദിവസങ്ങളിലും സാധാരണ എല്ലാ വീടുകളിലും കാരണവന്മാരോടൊപ്പം മക്കളും എല്ലാവരും കൂടി ചേരാറുണ്ട്. ഇതിന്റെ നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2ാം നൂറ്റാണ്ടിലെ ജെറുസലേം ദേവാലയം ഗ്രീക്ക് ഭരണാധികാരികളിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂതമത വിശ്വാസികൾ ഈ ആഘോഷം കൊണ്ടാടുന്നത്. വിലാപമതിലിന്റെ അവിടെ വെച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തിരി കത്തിച്ചായിരുന്നു ഈ വർഷത്തെ ഹനുക്ക ആരംഭിക്കുകയുണ്ടായത്. എല്ലാ ദിവസങ്ങളിലും സൂര്യാസ്തമയം, അതായത് ഒരു 5:30-6 മണിയോട് കൂടിയായിരിക്കും ഈ ഉത്സവങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ 8 ദിവസങ്ങളിലും ഇസ്രായേലിലെ എല്ലാ ജൂതമത വിശ്വാസികളും എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജൂതമത വിശ്വാസികൾ ആ ജെറുസലേം ദേവാലയം ഗ്രീക്ക് ഭരണാധികാരികളിൽ നിന്ന് പിടിച്ചെടുത്തപ്പോ ഒരു ദിവസം മാത്രം കത്തിക്കുവാനുള്ള എണ്ണയായിരുന്നു അവശേഷിച്ചിരുന്നത്. അപ്പോ അവര് പാടെ ആശ്ചര്യം, അവര് എന്താ ചെയ്യേണ്ട എന്ന് ഉത്കണ്ഠാകുലരായിട്ട് ഇരുന്ന സമയത്ത് ആ ഒരു ദിവസത്തേക്കുള്ള എണ്ണ കൊണ്ട് തന്നെ 8 ദിവസം അവർക്ക് വിളക്കുകൾ കത്തിക്കാൻ സാധിച്ചു. ആ 8 ദിവസത്തെ ആ അത്ഭുതമായ എണ്ണയുടെ ആ ഉറവിടത്തിനെ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് 8 ദിവസത്തെ ഉത്സവമായിട്ട് ഇത് കൊണ്ടാടുന്നത്. ആ 8 ദിവസം കൊണ്ട് അവർക്ക് വീണ്ടും എണ്ണയുടെ ശേഖരം കണ്ടെത്താനും തുടർന്ന് തിരി കത്തിക്കാനും സാധിച്ചു എന്നാണ് ഇതിന്റെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എണ്ണ പലഹാരങ്ങളാണ് ഇവർ കൂടുതൽ കഴിക്കുന്നത്. ഡോണറ്റ്സ് എന്ന് പറയുന്ന ക്രീം അല്ലെങ്കിൽ ജാം നിറച്ച ഒരു ഡോണറ്റ്സ്, അതിന്റെ പേര് സുഹാനിയോത്ത് എന്നാണ്. അതാണ് വിശിഷ്ടമായി തിരി കത്തിച്ചതിന് ശേഷം എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്നിച്ചുകൂടി കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങിന്റെ ഒരു കേക്ക്, ഒരു പാൻ കേക്ക് ഉണ്ടാക്കും, അത് കഴിക്കുന്നതായിരിക്കും. അതിനുശേഷം കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ടും പണമായിട്ടും സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പിന്നെ ഇതിനൊരു ഡ്രൈ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു പമ്പരം കറക്കി കളിക്കുന്ന, നമ്മുടെ പണ്ടൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ ദിവസങ്ങളിൽ മിക്കവാറും കുട്ടികളും വലിയവരും എല്ലാവരും നിലത്തിരുന്ന് പമ്പരം കറക്കി കളിക്കുന്ന ഒരു കളികളും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് ഹനുക്ക എന്ന് പറയുന്നത്. വൈകുന്നേര സമയങ്ങളിലാകുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഇപ്പം നമുക്കറിയാം ഹനുക്ക ആഘോഷത്തിനിടയ്ക്കാണ് ഇപ്പൊ ഈ ഓസ്ട്രേലിയയില് അക്രമം ഉണ്ടായത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ ഏർപ്പെടുത്തിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ? ഇസ്രായേലില് അല്ലാണ്ട് തന്നെ അറിയാലോ, നമ്മുടെ ആ ഹനുക്ക ആ ദിവസം വന്നപ്പോ തന്നെ നമുക്ക് ഹൈ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഉള്ളതാണ് ഹൈ അലേർട്ട്. എന്നാലും ഒന്നും കൂടി ഒരു ഊർജിതമായി ഹൈ അലേർട്ട് എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. ഇപ്പോഴും പഴയതുപോലെ തന്നെ എല്ലാ സ്ട്രീറ്റിലും ഇപ്പോഴും രാത്രിയാവുമ്പോഴും പകലും എല്ലാം പട്ടാളക്കാരും എല്ലാവരും ഇറങ്ങി നടക്കുന്നുണ്ട്. പോലീസ് റെയ്ഡ് നടക്കുന്നുണ്ട്. അതെല്ലാം അവരുടേതായ വഴിക്ക് അവർ നടക്കുന്നുണ്ടെങ്കിലും
ഇസ്രായേൽ നിവാസികൾ എല്ലാവരും ഈ ഒരു ഉത്സവത്തിന് സന്തോഷത്തിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകള് ഇവിടെ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ ആൾക്കാര് ടെൻഷൻ അടിക്കാറില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ടെൻഷൻ അടിക്കുന്നില്ല. അത് അതിന്റെ വഴിക്ക് പോകും. സന്തോഷങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിന്റെ സൈഡിലോട്ട് പോകും. അങ്ങനെ ഒരു ടെൻഷനോ വിഷമങ്ങളോ ഒന്നും ഇവിടെ ആരുടെയും മുഖത്തോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ആ ഒരു ഉത്സവത്തിന്റെ പ്രതീകത്തിൽ മാത്രമാണ്. കാരണം വൈകുന്നേരമൊക്കെ സ്ട്രീറ്റ്, ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ എനിക്ക് ലൈവ് കാണിച്ചു തരായിരുന്നു. വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേനും എല്ലാ സ്ട്രീറ്റുകളും എല്ലായിടത്തും മെനോറയും കത്തിച്ച് നല്ല രസമാണ്. ഒരു വർഷം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇല്ലായിരുന്നു. അതിലുപരി ഈ വർഷത്തിൽ ഞങ്ങൾക്ക് സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ദീപാവലി, നമ്മുടെ നാട്ടിലല്ല നോർത്ത് ഇന്ത്യയിൽ ദീപാവലിക്ക് എല്ലാ സ്ട്രീറ്റുകളും അലങ്കരിക്കുന്നത് പോലെ തന്നെ വെളിച്ചങ്ങളുടെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വിജയത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഉത്സവം കൂടിയാണല്ലോ ഹനുക്ക. അപ്പൊ അതിൻ്റെതായ സന്തോഷത്തിലാണ് എല്ലാ ജൂതമത വിശ്വാസികളും. തീർച്ചയായിട്ടും വളരെ നന്ദി. ശ്രീമതി സിനി ജോസഫാണ് ഇസ്രായേലിൽ നിന്ന് നമ്മളോട് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി മാഡം.